ചോറിന് അരിയിൽ കണ്ടിട്ട് വെള്ളം തിളച്ചു. റേഷൻ അരിയാണ്, വേഗം വേഗം. കഴുകി പച്ചവെള്ളത്തിൽ കഴുകി മേലെ വെക്കാൻ വെള്ളം കുറച്ചുണ്ട്. ഇത് വെള്ളം വെക്കട്ടെ കേട്ടോ. ചൂടായ ഒഴിച്ചു കൊടുക്കാമല്ലോ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്ന് കടലക്കറിയാണ് കേട്ടോ, വെള്ളക്കടലക്കറി. വളരെ സിമ്പിളാണ് കേട്ടോ, ചന മസാല. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കുക. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. ഇഞ്ചി വെളുത്തുള്ളി ചതക്കുക കേട്ടോ, കണ്ട് തെളിക്കുക. എൻ്റെ വീണ്ടായിരിക്കാൻ നോക്കണേ. എല്ലാം ചതച്ചെടുക്കട്ടെ കേട്ടോ. നമുക്ക് കടല കറി വയ്ക്കാം. 250 ഗ്രാം കടല എടുക്കുന്നുണ്ട് കേട്ടോ, കുതിർത്തതാണ്. ഇന്നലെ രാത്രി വെള്ളത്തിൽ. നല്ല വലിപ്പമില്ല കടല. ഇതിലേക്ക് വലിയൊരു തക്കാളി, ഒരു സവാള കേട്ടോ, 2 പച്ചമുളക്, ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കേട്ടോ, 1 തണ്ട് കറിവേപ്പില, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി കേട്ടോ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല കേട്ടോ, കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇവിടെ അങ്ങനെ സൗണ്ടാണ് ഇപ്പുറത്തും ഇപ്പുറത്തും. നല്ല സൗണ്ടാണ് കേട്ടോ, ക്ഷമിക്കണം. നന്നായി ഇളക്കി കൊടുക്കുക. വെള്ളം ഒഴിച്ച് കൊടുക്കുക. നാല് വിസിൽ വരട്ടെ കേട്ടോ. അപ്പോഴേക്കും തേങ്ങ അരച്ചിട്ട് വരാം. നമുക്ക് തേങ്ങ അരച്ചിട്ട് വരാം. 1.5 പിടി തേങ്ങ ഇട്ടിട്ടാണ്, നല്ല മഷി പോലെ അരയ്ക്കണം. അരച്ചിട്ട് വരാം. നമുക്ക് കടല വെന്താൻ നോക്കാം. കടല വെന്തു കൂട്ടാ. ഞാനത് ചട്ടിയിലേക്ക് മാറ്റിയിട്ട് കാണിച്ചു തരാം. ചട്ടിയിലേക്ക് മാറ്റട്ടെ. ഇനി നമ്മുടെ അരപ്പിട്ട് കൊടുക്കാം കേട്ടോ. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക. അരപ്പിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ ചെറുതായിട്ട്. നമ്മുടെ കറി തിളച്ചു കൂട്ടാവും. നന്നായി കുറുകിയത് ഓഫാക്ക്. ഞാൻ താളിച്ചൊഴിക്കട്ടെ. ചീഞ്ചട്ടി ചൂടാവട്ടെ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടാവട്ടെ. കടുകിട്ട് കൊടുക്കുക. വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. കറിവേപ്പില.
ഇതൊക്കെ പോകാം. ചോറിനും പറ്റും പുട്ടിനും പറ്റും കേട്ടോ. ഒന്നും കൂടി കുറുകൂട്ടത് ഉപ്പർക്കറിയാം. ബീട്രൂട്ട് ഉപ്പേരി വയ്ക്കാം കേട്ടോ. കുറച്ചോ ഒരെണ്ണം കേടായി. വെച്ചിട്ട് കൊടുക്കാം. സമയം വൈകി. അടച്ച് വെക്കട്ടെ, വേഗട്ടെ കേട്ടോ. ചെറിയ തീരിട്ട് വേഗട്ടെ. എൻ്റെ ബീറ്റ്റൂട്ട് വെന്തൂട്ടാ. കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കട്ടെ. ചിക്കൻ റെഡി. ഉണ്ണിക്ക് ചോറാക്കട്ടെ കേട്ടാ. ഉണ്ണിക്ക് ചോറ് കൊടുക്കട്ടെ കേട്ടാ. പുട്ടുണ്ടാക്കുന്നുണ്ട്. പുട്ട് കഴിക്കില്ല. എനിക്ക് വെള്ളക്കടല കൂടുതൽ ഇഷ്ടം. ഉപ്പേരിട്ടാ ഉണ്ടായി. ഉണ്ണി ചോറിനാണ് കേട്ടാ. ചൂട് ചോറ്. ഇനിയുണ്ട് കറി. അതിനെ പുട്ട് അപ്പത്തിനൊക്കെ പറ്റൂട്ടോ. അപ്പോൾ ഞാൻ ചോറും കൂടി വെച്ചതാണ്. വെക്കാത്തതൊന്ന് വെച്ച് നോക്കട്ടെ. സൂപ്പർ ടേസ്റ്റാണ്. ഞങ്ങൾ തന്നെ പറഞ്ഞിട്ട് ഞങ്ങൾ തന്നെ സൂപ്പറാണ് പറയല്ല. അടിപൊളിയാണ്. നേരം വൈകിട്ടാ. ഇവിടെ നിറയെ സൗണ്ട് കാരണം ഒരു വീഡിയോ എടുക്കാൻ കഴിയില്ല കേട്ടോ. നമുക്ക് മൈക്കൊന്നുമില്ല, അതുകൊണ്ടാണ്. പല സൗണ്ട് ഉണ്ടാവും അപ്പുറത്ത് പുറത്തുനിന്നൊക്കെ. അപ്പം ക്ഷമിക്കുക. നല്ല വെയിൽ. നല്ല വെയിലും കിട്ടോ. വിറകിട്ടുന്നു. ഏട്ടൻ്റെ കയ്യിൽ മുറി. രാവിലെ ഉപ്പേര് അരിഞ്ഞതാണ്. പുതിയ കത്തി ടച്ച് ചെയ്തതാണ്. എന്നിട്ട് വേണ്ടെങ്കിൽ കയ്യിലടിക്കണം. കത്തിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. കൈ മുറി. വിറക് വെട്ടാനുള്ളൊരു അപാരത. പച്ചയുണ്ട്. ഞാൻ കയ്യിൽ മുറിച്ചിട്ട് രണ്ടായിട്ടുണ്ടായി. അതുകൊണ്ടാ കാണിച്ചു കൊടുക്കും. പുതിയ കത്തി ഒന്ന് ടെസ്റ്റ് അടിച്ചതാണ്. ഒരു ഇന്നലെ കത്തി പഞ്ചു അത്ര ശരിയായില്ല. നല്ല മൂർച്ച. കഴിഞ്ഞാ വിറക് കുറച്ചായിരുന്നു. കൈ വേനിക്കണം. ഡാഡി എന്ത് ചെയ്യുന്നു? ഡാഡി വട്ടക്കൈന്ന് പറയാം. മറ്റേ കയ്യോ അടുപ്പിൻ്റെ മുകളിൽ വയ്ക്കണ്ട. ചോറൊക്കെ ആയപ്പോൾ നല്ല തീയുണ്ട്. ആൾക്കാർ പറയുന്നത് എന്ന് തന്നെ അങ്ങനെ പറയോ? ഏയ് ഇല്ലല്ലേ. അങ്ങനൊക്കെ ഇഷ്ടപ്പെടുന്നു. ഒരു കെട്ട് വിറകായി. ഞാൻ അവിടെ കിടന്ന് ഉണങ്ങും.